ഹായ് ഗായ്സ്, ഇന്ന് 18/4/2026. ഇന്നാണ് ഞങ്ങളുടെ തമ്പുവിന്റെ ബർത്ത്ഡേയുടെ തലേദിവസം. പക്ഷെ ഈ ഒരു വ്ളോഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയായിരുന്നു നമ്മൾ എന്തായാലും ബർത്ത്ഡേ തലേദിവസം നല്ല തിരക്കായിരിക്കും. പക്ഷെ ഇത്ര ടെൻഷനോട് കൂടി ഒരു തിരക്കാകും എന്നുള്ളത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പുവിന്റെ ബർത്ത്ഡേ ഡ്രസ്സ് കിട്ടിയില്ല. എൻ്റെ ദൈവമേ, ഞങ്ങൾ ഇന്നലെ അനുഭവിച്ച ടെൻഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ ടെൻഷനല്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തമ്പുവിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുക്കുകയാണ് എന്നുള്ളത്. അതിങ്ങനെ പരിചയത്തിലുള്ള ഒരാളുടെ കയ്യിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അങ്ങോട്ട് ചോദിച്ചല്ല, പുള്ളിക്കാരൻ ഇങ്ങോട്ട് ചോദിച്ചാണ് നമ്മളടുത്ത് തയ്ക്കാം എന്നുള്ളത്. ലൈക്ക് നമ്മളിത് എവിടെയാണ് നല്ലത് കിട്ടുമെന്ന് സജഷൻ ചോദിച്ചപ്പോൾ ആളാ പറഞ്ഞത് നമുക്ക് തയ്ക്കാൻ വളരെ സിമ്പിളാണ്, കൊച്ചിൻ്റെ ഇത്തിരി മതി അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഫുൾ അടിപൊളിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആള് 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലൊക്കെ തരാമെന്ന് സാധനം ഇങ്ങനെ ഡിലേ ആക്കി 14-ാം തീയതി കൊച്ചിന്റെ ഷർട്ടും പാൻറ്റും കിട്ടി. ബ്ലേസറും അതുപോലെ തന്നെ ബേസ് കോട്ടും ഇന്നലെ തരാം എന്നാ പറഞ്ഞത്. കാരണം അതിലിങ്ങനെ കുറച്ച് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റോൺ വർക്ക് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഹിജാമും ചോദിച്ചപ്പോൾ വൈകുന്നേരം എവിടെയോ ആണ് കൊടുത്തേക്കണത്, നമ്മൾ വന്ന വഴിക്ക് ഒരു സ്ഥലത്താണ് കൊടുത്തേക്കണത്, ഈ സ്ഥലങ്ങളുടെ പേരൊന്നും പറയണില്ല, സ്ഥലത്താണ് കൊടുത്തേക്കുന്നത്. അപ്പം നീ കളക്ട് ചെയ്ത് പോയിക്കോന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഉടുപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇതാണ് കിട്ടിയത്. ഇത് എങ്ങനെ കുഞ്ഞിനെ നമ്മൾ ഇടിക്കും? അവൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷൻ നമുക്ക് അവനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സംഭവമേ അല്ല. ഞാൻ കിച്ചാമിന് ഓൺലൈനിൽ വാങ്ങാം എന്നുള്ള രീതിയിൽ, വെബ്സൈറ്റുകളിൽ നിന്ന് വാങ്ങാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങോട്ട് വന്നത്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പൊ മൊത്തത്തിൽ അവന്റെ ഡ്രസ്സ് കൊള്ളായി. അവന് നാളെ ഡ്രസ്സേ ഇല്ല. സോ ഇപ്പൊ ഞങ്ങൾ രാവിലെ അവന് ഡ്രസ്സ് വാങ്ങാനായിട്ട് ഇറങ്ങാൻ പോവാണ്. ഞാൻ പുറത്തേക്ക് ചെന്നപ്പോഴേക്കും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ പഗോഡ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള പറമ്പിലായിട്ടാണ് നമ്മൾ പരിപാടി നടത്തുന്നത്. ഇതാണ് രാജു ചേട്ടൻ. ഈ ചേട്ടനാണ് നമ്മുടെ ഇവിടെ മിക്കവാറും എല്ലാ പന്തൽ പരിപാടിക്കും വരാറുണ്ടാവുക. അപ്പൊ അവർ രാവിലെ വന്ന് ഫുൾ സെറ്റ് ചെയ്യാണ്. അച്ഛനാണെങ്കിൽ ഇവിടെ മേൽനോട്ടത്തിൽ നിൽക്കുകയാണ്. ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പം അമ്മയൊക്കെ റെഡിയായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകാനാണ്. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒബ്രോ മാളിൽ പോകാനാണ് തലേദിവസം. അതായത് ഈ 17-ാം തീയതി എൻ്റെ ബ്രദർ ഇങ്ങനെ 2-3 ഷോപ്പിൽ പോയി നോക്കിയപ്പോഴേക്കും ഒബ്രോ മാളിൽ ഒരു ഷോപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവിടെ പോയി ആദ്യം നോക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ ചെന്നപ്പോൾ മണി 9 മണി 10 മണി ആയതുകൊണ്ടിട്ട് അവർ ഷോപ്പ് അടച്ചു, അവിടെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നോക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരെ ഒബ്രോ മാളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര കൈൻഡ് ആയിരുന്നു കേട്ടോ അവിടുത്തെ ആള്. ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. ഭയങ്കര കൈൻഡ് ആയിരുന്നു. കുറേ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടായില്ല. സോ നമ്മൾ നേരെ അവിടെ നിന്ന് ജയലക്ഷ്മിയിലേക്ക് പോയിട്ടോ. ജയലക്ഷ്മിയുടെ ഉള്ളിലേക്ക് കയറി കിഡ്സ് സെക്ഷനിൽ എത്തിയപ്പോൾ ഇതാണ് ഞാൻ ആദ്യം കണ്ടത്. അപ്പൊ തന്നെ എനിക്ക് സമാധാനമായിട്ടോ. സാധനം അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിച്ച പെർഫെക്റ്റ് സാധനം എനിക്ക് കിട്ടി മോനെ. അപ്പോഴാണ് എൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തമ്പൂര് പാകമാകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത കൺഫ്യൂഷൻ കേട്ടോ. ഇത് 0 സൈസിലാണ്, ഏറ്റവും ചെറിയ സൈസ് ആണെന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഇതേ ഫുള്ള് ഡ്രസ്സൊക്കെ ഒന്ന് ഇടിച്ച് നോക്കിയപ്പം കുറച്ച് നീളം കൂടുതലുണ്ടായിരുന്നു. അവർ അവിടെ തന്നെ ഇത് ഓർഡർ ചെയ്ത് തരാമെന്ന് കേട്ടോ. ജയലക്ഷ്മിയിലെ കസ്റ്റമർ സർവീസ് എൻ്റെ ദൈവമേ അടിപൊളി കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ. ഓരോ സ്റ്റാഫുകളായിക്കോട്ടെ നമ്മൾ അത്ര പ്ലീസിങ് ആയിട്ട് സംസാരിക്കണത്. എന്താവശ്യം ഉണ്ടെങ്കിലും അവർ ചെയ്തും തരും. എടുത്തു തരാനും എടുത്തു കാണിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അവർക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അവിടെ എക്സ്പെഷ്യലി അഞ്ജലി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ആൾ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഇവൻ്റെ ഡ്രസ്സ് നമ്മൾ ഇട്ടപ്പോൾ നീളക്കൂടുതലുണ്ടായിരുന്നു. അപ്പം 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് സാധനമൊക്കെ വാങ്ങി നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പലഹാരത്തിൽ പോയി എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. തമ്പു കുറച്ച് ഇതായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഇവരൊക്കെ കഴിക്കണം ആദ്യം നോക്കിയിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഇവരുടെ അവനെ കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും പഗോഡയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ വന്നു. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചേച്ചിമാരും കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് എത്തും. നമുക്ക് അതൊക്കെ കാണാം കേട്ടോ. യെസ്, ഞാൻ പറഞ്ഞ പോലെ നമ്മളിവിടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും തലേദിവസം തന്നെ എല്ലാവരും എത്തും കേട്ടോ. ചെറിയ പരിപാടി ആയാലും വലിയ പരിപാടി ആയാലും. ഇതിപ്പോൾ എസ്പെഷ്യലി നമുക്ക് ഡാൻസ് പരിപാടി ഉണ്ട്. അതായത് ഞങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ്, പിള്ളേർ സെറ്റിൻ്റെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്, അമ്മമാരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്. സോ അവരെല്ലാവരും പ്രാക്ടീസിന് വരികയാണ്. ഞാൻ ദേ കിച്ചാവിനും ഞാനും കൂടിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾ അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. എൻ്റെ ഡ്രസ്സ് ഇട്ട് എനിക്ക് അധികം അങ്ങോട്ട് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കിച്ചാവിനും കൂടി ചെറുതായിട്ട് ഉള്ള ഒരു ഡാൻസ് ഒരു സെക്കൻഡ് അല്ല 1 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു ഡാൻസ് ഇട്ടപ്പോൾ ഞാൻ ചേച്ചനും കൂടി അതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫ്യൂഷനല്ല, എന്താ കൊളാഷ് ചെയ്ത് കളിക്കണ പോലെ ഒരു ഫ്യൂഷൻ പോലത്തെ ഒരു ഡാൻസാണ്. എല്ലാവരും മാറി 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 നമ്മുടെ പണ്ടത്തെ ഫ്ലാഷ് മോബ് പോലെ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ചേച്ചിമാരും എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഉണ്ടായിരുന്നത് എൻ്റെ അമ്മമാർ കളിക്കണ കാണാനാണ് കേട്ടോ. റീനാമ്മ ഉണ്ടായി, രതിയമ്മ ഉണ്ടായി, അതുപോലെ തന്നെ എൻ്റെ അമ്മ ഉണ്ടായി, രമവല്യമ്മ ഉണ്ടായി, കലാൻറ്റി ഉണ്ടായി. എൻ്റെ അമ്മയ്ക്ക് പ്രാക്ടീസിന് വരാൻ പറ്റിയില്ല. പക്ഷെ ഇവരെല്ലാവരും നല്ല തകർത്ത് പ്രാക്ടീസിങ് ആയിരുന്നു
ആയിരുന്നു കേട്ടോ. അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി വേറെ കുറച്ച് പരിപാടിയാണ്. നമുക്ക് എല്ലാവരെ കൊണ്ടും ഇങ്ങനെ കുറെ വിഷസ് ഒക്കെ എടുപ്പിക്കാനുണ്ടായിരുന്നു. ഒരു വീഡിയോ നമ്മളിങ്ങനെ പ്ലേ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വിഷസ് ഒക്കെ എടുപ്പിക്കാൻ കിച്ചാവൻ നടക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ ഇതേ അവിടെ വേറെ കുറച്ച് പരിപാടിയിലാണ്. നമ്മൾ ആങ്കറിങ് ചെയ്യണ ബോർഡിന്റെ പുറകിലായിട്ട് തമ്പൂരി ഒരു ഫോട്ടോ ഒട്ടിക്കുക. അപ്പൊ ഇങ്ങനെ ആങ്കറിങ് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും അച്ഛ ചേച്ചിയും രമ്യ ചേച്ചിയും എല്ലാവരും കൂടി അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലായതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിലേക്ക് പശയൊക്കെ തട്ടി മറിച്ചിട്ട് കുറച്ച് കൊളാക്കി ആക്കി. ഇവിടെ ചേച്ചിമാർ ഞാൻ പറഞ്ഞില്ലേ വിഷസ് വീഡിയോ എടുക്കാനായിട്ട്, അത് എടുക്കാനായിട്ടുള്ള കഷ്ടപ്പാടിലാണ് കേട്ടോ രേഷ്മ ചേച്ചി. എന്താ പറയേണ്ടത് പറഞ്ഞിട്ട് ചേച്ചി മാത്രമല്ല എല്ലാവരും അതേ. കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ വന്നപ്പോൾ എല്ലാവരെ കൊണ്ട് എടുപ്പിച്ചാണ്. ഇത് ആക്ച്വലി നേരത്തെ എടുക്കേണ്ട സംഭവമായിരുന്നു. ഞാനിങ്ങനെ മടിഞ്ഞിരുന്ന് ഭയങ്കര ഡിലേ ആക്കി. പക്ഷെ എന്തായാലും എല്ലാവരെ കൊണ്ട്, അല്ലെങ്കിൽ അന്ന് വന്ന എല്ലാവരെ കൊണ്ടും എടുപ്പിക്കാനൊക്കെ പറ്റി. ഇവിടെ അണ്ണനൊക്കെ ഓൾറെഡി എടുത്ത് സൂപ്പർ ആക്കി കേട്ടോ. അപ്പൊ ഇനി അത് എഡിറ്റ് ചെയ്യണം. ഇന്നിപ്പോ ഈ വീഡിയോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ആ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ ടാസ്ക് കേട്ടോ. തമ്പുവിന്റെ ചേട്ടനും ചേച്ചിമാരും ആണ്ടെ എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ. അങ്ങനെ ഇന്നത്തെ തീയതി 18 രാത്രി. രാത്രിയല്ല, ഇന്ന് 19 വെളുപ്പിന് 12 മണിയായി. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇത് ഉറങ്ങാൻ പോവാണ്. ഞാനിപ്പോ എല്ലാം സെറ്റ് ചെയ്തു. നിങ്ങൾ എല്ലാരും പോണൊക്കെ കണ്ടില്ലേ? ഞാൻ ഇവിടെ എല്ലാം കിച്ചാമൻ ബ്ലറാണ്. ഓക്കെ, ഞാൻ ഈ കോലത്തിലായി. ഇനി നാളെ എഴുന്നേറ്റിട്ട് വേണം കുളിച്ച് ഒന്ന് സെറ്റ് ആവാൻ. എനിക്ക് ഒരു രക്ഷയില്ല. തമ്പു ഇവിടെ ഉറങ്ങാനായിട്ട് റെഡി. അതാ സ്റ്റേ എന്നൊക്കെ പറയില്ലേ, ഇതാ തമ്പുക്കുട്ടന് ഉറക്കം വരുന്നു. കണ്ണൊക്കെ തിരുമ്മി തുടങ്ങി. അവനെ ഞങ്ങൾ ഉറക്കാനുള്ള പദ്ധതിയിൽ ആണ്. സോ ഞാൻ നാളത്തേക്ക് വേണ്ടിയുള്ള അച്ഛനും മോനും ഒന്നും മിണ്ടാണ്ടിരിക്കാമോ? നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ റെഡിയാക്കി. ഇത് എൻ്റെ ഡ്രസ്സ് ഉണ്ട്, ഇന്നറുകള്, കമ്മലുകള്, മാലകള്. മാലയൊന്നുമില്ല, കമ്മല്. എൻ്റെ വാച്ചും കൂടി ഇല്ലേക്ക് എടുത്തിരണം. ആൻഡ് ഇത് എന്ന് പറഞ്ഞാല് എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴാൻ കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള ഒരു പൈജാമ. ആൻഡ് ഇതെൻ്റെ ഷൂ. ഇത് കിച്ചാമിൻ്റെ ഇത് കിച്ചാമിൻ്റെ ഷർട്ട്, ഇന്നറൊക്കെയാണ്. ആൻഡ് ഇത് കിച്ചാമിൻ്റെ ഷൂസ്. ഇത് തമ്പുവിൻ്റെ ഷൂ. ഇത് തമ്പുവിൻ്റെ എക്സ്ട്രാ ഡ്രസ്സ്. ആൻഡ് ഇതേ നമ്മൾ ഇന്നലെ പോയി മേടിച്ച നമ്മുടെ തമ്പുവിൻ്റെ ഡ്രസ്സ്. ബാക്കിൽ കിച്ചാമിൻ്റെ സ്യൂട്ട്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഇനി എനിക്ക് ഒരു പണിയും കൂടി ഉണ്ട്. തമ്പുവിൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഇവിടെ മുണ്ടല്ലടാ, ഇപ്പൊ ഇങ്ങനെയാ വീഡിയോ എടുക്കാനേ സമ്മതിക്കില്ല. അപ്പ അലറും ഇങ്ങനെ. വേണ്ടടാ കൊച്ചിനാ. ഓക്കെ, തമ്പുവിനെ ഇങ്ങനെ എല്ലാരും വിഷ് ചെയ്യണ ഒരു വീഡിയോ നമ്മൾ കുറെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമ്മതിക്കില്ലേ? അപ്പൊ അത് അവനെ കാണിച്ചാൽ ചിലപ്പം മിണ്ടാതിരിക്കുമായിരിക്കും. സോ തമ്പുവിനെ എല്ലാരും വിഷ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങുക. മതി. യെസ്. അപ്പൊ ഇവിടെ ഒരു കരച്ചിൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കാളരാത്രി അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇനി നമുക്ക് നാളെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ കാണാം.